ടെൻഷൻ ടി ആണെങ്കിൽ ഈ ടെൻഷനും ടി തന്നെയാണ്. എന്താണ് നോർമൽ റിയാക്ഷൻ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. നോർമൽ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഇതാണ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇതിന്റെ സെൻട്രോയിഡ് ആയിരിക്കും. ഇപ്പൊ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഇതാണ് ഇതിന്റെ സെൻട്രോയിഡ്. ഇപ്പൊ ഞാനിവിടെ എക്സ് വൈ ആക്സിസ് സങ്കല്പിക്കുകയാണ്. ഇതാണ് ഇതിന്റെ എക്സ് വൈ ആക്സിസ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിടെക് മാമൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒരു 30 മാർക്കിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയിം ദ വീക്കസ്റ്റ് ഫോഴ്സ് എമംഗ് ദ ഫണ്ടമെന്റൽ ഫോഴ്സ്. ഫണ്ടമെന്റൽ ഫോഴ്സസിലുള്ള വീക്കസ്റ്റ് ഫോഴ്സ്, അതിന്റെ ആൻസർ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ തന്നിരിക്കുന്നതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലാത്തത്? അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ക്വാണ്ടിറ്റി വിച്ച് ഡസ് നോട്ട് ഡിപെൻഡ്സ് അപ്പോൺ എനി അതർ ക്വാണ്ടിറ്റി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈം, ലെങ്ത്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ കറണ്ട്. ഈ ക്വാണ്ടിറ്റീസ് ഒന്നും ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഡിപെൻഡ് ചെയ്തില്ല. ഇതൊരു ഫണ്ടമെന്റൽ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി തമ്മിലുള്ള വ്യത്യാസം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ച് കഴിഞ്ഞ് അതിന്റെ കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാകുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുള്ള കോമ്പിനേഷൻസിൽ നിന്നാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ ഓപ്ഷൻസ് തന്നിരിക്കുന്ന ചാർജ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലാത്തത്. ചാർജ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. കാരണം ചാർജ് Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു ടി. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട്, അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം, അതും ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് Q എന്ന് കിട്ടിയത്. അപ്പൊ Q എന്താണ്? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് വേവ് എവിടേക്ക് വരും? ഈ ഡിവൈസിലേക്ക് വരും. ഇപ്പൊ ഈ ഡിവൈസിൽ സെൻസർ ഉണ്ടാവും. ചിലപ്പോൾ റേഡിയോ സെൻസർ ഉണ്ടാവും, റേഡിയോ ഡിറ്റക്ഷൻ സെൻസർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ സെൻസർ ഈ റിഫ്ലക്ട് ചെയ്തു വരുന്ന വേവ് ഇത് ഡിറ്റക്ട് ചെയ്യും. അപ്പൊ ഈ റിഫ്ലക്റ്റഡ് വേവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അതിന് ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടാവും. അതായത് ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാവും. എന്ത് കാരണം കൊണ്ട്? ഡോപ്ലർ എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഡോപ്ലർ എഫക്റ്റ് എന്താണ് ശരിക്കും പറയുന്നത്? ഒരു വെഹിക്കിൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുമ്പോൾ അതിന് ഇന്ത്യൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പാരന്റ് ഫ്രീക്വൻസി ഇക്വേഷൻ അല്ലേ? അതായത് തട്ടി തിരിച്ചു വരുന്ന വേവ്സിന് ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാവും. ആ ഫ്രീക്വൻസി ഷിഫ്റ്റ് അതിന്റെ സ്പീഡുമായിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെ നമുക്ക് വരുന്ന വെഹിക്കിളിന്റെ സ്പീഡ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ചോദിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിയുടെ യൂണിറ്റ്, ഇതൊരു വാലിഡ് ഇക്വേഷൻ ആണ്. അങ്ങനെയെങ്കിൽ ബിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചത്. ശ്രദ്ധിക്കുക, ഇതൊരു വാലിഡ് ഇക്വേഷൻ ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ടി ടൈം ആണ് ബ്രാക്കറ്റിൽ ക്വസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു വാലിഡ് ഇക്വേഷൻ ആണെങ്കിൽ ഈ LHS-ഉം RHS-ഉം നിർബന്ധമായിട്ടും സെയിം യൂണിറ്റ് ആയിരിക്കും. അത് ഏതാ റൂള്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി റൂൾ പ്രകാരം ഒരു ഇക്വേഷൻ വാലിഡ് ആണെങ്കിൽ അതിന്റെ RHS-ഉം LHS-ഉം സെയിം യൂണിറ്റ് അല്ലെങ്കിൽ സെയിം ഡയമെൻഷൻ ആയിരിക്കും. അതായത് വെലോസിറ്റി ഡയമെൻഷൻ തന്നെ ആയിരിക്കും എയുടെയും B/T-യുടെയും CT-യുടെയും. കാരണം ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഈ 3 ടേംസും സെയിം യൂണിറ്റ് ആയിരിക്കണം. സെയിം യൂണിറ്റ് ഉള്ളത് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 മീറ്ററും 4 മീറ്ററും നമുക്ക് ആഡ് ചെയ്യാം. 5 മീറ്ററും 4 മണിക്കൂറും അല്ലെങ്കിൽ 4 hours നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിഫറെന്റ് യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ യൂണിറ്റ് സെയിം ആയിരിക്കും. CT-യുടെ യൂണിറ്റും B/T-യുടെ യൂണിറ്റും എയുടെ യൂണിറ്റും വെലോസിറ്റിയുടെ യൂണിറ്റും എല്ലാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇപ്പൊ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ B/T-യുടെ യൂണിറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. സോറി, ബിയുടെ യൂണിറ്റ് ആണ് കാണേണ്ടത്. B/T-യുടെ യൂണിറ്റും എന്ത് തന്നെയായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിയുടെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ആവണമെങ്കിൽ ബിയുടെ യൂണിറ്റ് മീറ്റർ ആയിരിക്കണം. അപ്പൊ യൂണിറ്റ് ഓഫ് ബി is equal to meter. Unit of B is equal to meter. Okay. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഫിഗർ ബി ആണ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് റൂൾ നമുക്ക് പറയേണ്ടി വരും. ഇതെന്താ കാരണം എന്ന് പറയുകയാണെങ്കിൽ,
ഒന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, മറ്റൊന്ന് ബെർണോൾസ് തിയറം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഏരിയ കൂടുതൽ, ഇവിടെ ഏരിയ കുറവും. ഓക്കെ, അതായത് ഇവിടെയുള്ള ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കുറവും ഇവിടെയുള്ള ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കൂടുതലും. കാരണം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ എ ബി ഈസ് എ കോൺസ്റ്റന്റ് ആണ് പറയുന്നത്. എ ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും, ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും ഫ്ലൂയിഡിന്റെ. അപ്പൊ ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് ബെർണോൾസ് തിയറത്തിന്റെ പ്രത്യേകതയാണ്. ബെർണോൾസ് തിയറത്തിന്റെ ഇക്വേഷൻ പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് എച്ച് റോ ജി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പൊ എച്ച് റോയും ജിയും ഒക്കെ കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുക തന്നെ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവും പ്രഷറും വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ. ഇത് കോൺസ്റ്റന്റ് നിലനിൽക്കണമെങ്കിൽ പ്രഷർ കൂടുമ്പോൾ അല്ലെ വെലോസിറ്റി കൂടുമ്പോൾ അവിടെ എന്ത് കുറയണം? പ്രഷർ കുറയണം, എന്നാലേ ഈ ഇക്വേഷൻ കോൺസ്റ്റന്റ് നിലനിൽക്കുള്ളൂ. അപ്പൊ നോക്കുക, നിങ്ങൾ ഇവിടെ എവിടെയും കമ്പയർ ചെയ്തപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടുതൽ ഫ്ലൂയിഡിന്. അപ്പൊ ഇവിടെ വെലോസിറ്റി കൂടുമ്പോൾ ഇവിടെയുള്ള പ്രഷർ എന്തായിരിക്കണം? പ്രഷർ കുറയണം. വെലോസിറ്റി കൂടുമ്പോൾ ഇവിടെയുള്ള പ്രഷർ കുറയണം കമ്പയർഡ് ടു ഇവിടെ. ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവും. കാരണം ഇവിടെ വെലോസിറ്റി കുറവും ഇവിടെ വെലോസിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് ഈ നമ്മളിവിടെ കാപ്പിലറി ട്യൂബ് പോലെ നമ്മളിവിടെ വെച്ചിട്ടുള്ള ഫ്ലൂയിഡ് താന്നിരിക്കാനും ഇവിടുത്തെ ലെവല് പൊന്തിരിക്കാനുള്ള കാരണം. ഓക്കെ, ഇപ്പൊ ഇവിടെ പ്രഷർ കുറവാണ്, അതുകൊണ്ടാണ് ഇവിടുത്തെ ഫ്ലൂയിഡ് ലെവൽ കുറഞ്ഞതും ഇവിടെ പ്രഷർ കൂടുതലാണ് ഇവിടുത്തെ ഫ്ലൂയിഡ് ലെവൽ കൂടിയതും. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മളത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയിൽ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ എനർജി അത് എങ്ങനെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്നത് 3 പൊസിഷനായി കാണിച്ചിട്ടുണ്ട്, എ ബി സി. എയിലെയും ബിയിലെയും സിയിലെയും ടോട്ടൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഈക്വൽ ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ടോട്ടൽ മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂടി കൂട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എയിൽ നിന്ന് ബോൾ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ എയിൽ നിന്ന് ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വെലോസിറ്റി ഇല്ല, കാരണം ഡ്രോപ്പ് ചെയ്യാണല്ലോ, വെലോസിറ്റി ഇല്ലല്ലോ. അപ്പൊ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി ഇല്ല. കാരണം കൈനറ്റിക് എനർജി വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ഇനി ബിയിൽ, അതായത് എയിൽ നിന്ന് ബോൾ താഴത്തേക്ക് വന്ന് വെലോസിറ്റി കൂടും, വെലോസിറ്റി കൂടി ബിയിൽ എത്തുമ്പോൾ അതിന് വെലോസിറ്റി ഉണ്ടല്ലോ. പിന്നെ ബി എന്ന പൊസിഷൻ ഗ്രൗണ്ടിൽ നിന്നും ഒരു എക്സ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ബിയിൽ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, ഇനി സിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എയിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. സിയിലെത്തുമ്പോൾ അതിന് കൈനറ്റിക് എനർജി കൂടി താഴെ എത്താൻ നേരത്ത് മാക്സിമം കൈനറ്റിക് എനർജി ആയിരിക്കും. അതായത് അവിടെ എന്തുണ്ടാവില്ല? ഹൈറ്റ് ഇല്ല, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി 0. അപ്പൊ ഈ 3 കേസിലും ടോട്ടൽ എനർജി, അതായത് സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഈക്വൽ അത് ലളിച്ചു കൊടുത്താൽ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ കൂടെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അറ്റ് ഞാൻ പറഞ്ഞു, അറ്റ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി ഇല്ല. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. കൈനറ്റിക് എനർജി ഇല്ല, കാരണം എന്താ? വെലോസിറ്റി 0. അപ്പൊ നമ്മൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എന്തായിരിക്കും? mgh പ്ലസ് 0 ഈസ് ഈക്വൽ ടു mgh. ഓക്കെ, അതായത് ഈ mgh തന്നെ ആയിരിക്കണം ബിയിലെയും സിയിലെയും ടോട്ടൽ എനർജി നമ്മൾ തെളിയിക്കാൻ പോകും. ഓക്കെ, അടുത്തത് അറ്റ് ബിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊട്ടൻഷ്യൽ എനർജി നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. പൊട്ടൻഷ്യൽ എനർജി കാരണം എന്താ? mg ഇൻറ്റു ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ബിയിലെത്തുമ്പോൾ? x. അപ്പം mgx. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് വരുന്നത്. ബിയിലെത്തുമ്പോൾ വെലോസിറ്റി കിട്ടിയാൽ നമുക്ക് കൈനറ്റിക് എനർജി കാണാൻ പറ്റുള്ളൂ. കാരണം കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് mv². അപ്പൊ ബിയിലെത്തുമ്പോൾ വെലോസിറ്റി കിട്ടണം. അപ്പൊ ബിയിലെത്തുമ്പോൾ വെലോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണം? നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ അതിൽ കുറച്ച് v = u + at, v² = u² + 2as, അതുപോലെ s = ut + ½ t². ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ v² = u² + 2as എന്ന ഇക്വേഷൻ ആണ്. v² = u² + 2as. ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ എന്തായിരിക്കും ആക്സലറേഷൻ? അതൊരു യൂണിഫോം ആക്സലറേഷൻ ആണ് ബോൾ താഴത്തേക്ക് ഇടുന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആക്സലറേഷൻ? g. ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആക്സലറേഷൻ ജിയും, ഒരു ബോൾ വെർട്ടിക്കലി അപ്വാർഡ് എറിയുന്ന സമയത്ത് അതിന്റെ ആക്സലറേഷൻ -g ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഈ കേസിൽ നമ്മൾ ഇവിടെ നമ്മളെ വെലോസിറ്റി ആണ് v. ഓക്കെ, അപ്പൊ v² = എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ച മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പൊ എയിൽ നിന്ന് ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല. 0 + 2g ഇൻറ്റു s പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്.
സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ കാണുന്ന വെലോസിറ്റി എവിടെയാണ് അവിടെ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ഏതാണ് h മൈനസ് എക്സ് ആണ്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ h മൈനസ് എക്സ്. ഇപ്പൊ v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2g into h മൈനസ് എക്സ്. അതായത് v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2g h മൈനസ് 2g x. ഓക്കെ, നമ്മൾ ഈ 2g ഉള്ളിലേക്ക് എടുക്കുക. കാരണം v സ്ക്വയർ ആയിട്ട് തന്നെ കിടക്കുക, v വെച്ച് ചെയ്യണ്ട. കാരണം ഹാഫ് എം വി സ്ക്വയറിൽ v സ്ക്വയർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ട് ഞാൻ v സ്ക്വയർ ഈക്വൽ ടു തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്താണ് 2gh മൈനസ് 2gx. അതായത് ഇതിൽ 2 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഈ 2 നമ്മൾ ക്യാൻസൽ ചെയ്യും. നമ്മൾ ഈ വി സ്ക്വയർ ഈക്വൽ ഇത് മൊത്തം ഇവിടേക്ക് എഴുതാൻ പോകണം. അപ്പൊ ഈ 2 ക്യാൻസൽ ആവും. എം വി സ്ക്വയറിന്റെ പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 2g into h minus x. 2g into h minus x. ഈ 2 ക്യാൻസൽ ആവും. അപ്പൊ എന്ത് കിട്ടും mg h minus mg x. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം പൊട്ടൻഷ്യൽ എനർജി mgx, കൈനറ്റിക് എനർജി mgh minus mgx. അപ്പൊ ടോട്ടൽ എനർജി രണ്ടും കൂടി ആയാലും സംഭവിക്കുക ഇവിടെ പ്ലസ് mgxും mgxും ഇവിടെ മൈനസ് mgxും തമ്മിൽ ക്യാൻസൽ ആവും. അപ്പൊ എന്ത് മാത്രം mgh മാത്രം. അതായത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh. അതായത് നമ്മൾ അറ്റ് എയിലായാലും അറ്റ് ബിയിലായാലും ടോട്ടൽ എനർജി mgh ആണ് നമുക്ക് കിട്ടിയത്. നോക്കുക mgh. ഇത് mgh കിട്ടാൻ കാരണം ഇവിടെ മൈനസ് mgxും പ്ലസ് mgxും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ടോട്ടൽ എനർജി mgh. അടുത്ത് അറ്റ് സി. ഇപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി കാണും. പൊട്ടൻഷ്യൽ എനർജി അറ്റ് സിയിൽ എന്താ പ്രത്യേകത? നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി സിയിൽ 0 ആണ്. കാരണം ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് h 0. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി 0. അതായത് mgh ആണ്. അതായത് h ഈക്വൽ 0 ആണ് ഈ കേസിൽ. അതായത് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ 0. എന്താണ് കൈനറ്റിക് എനർജി? പൊട്ടൻഷ്യൽ എനർജി 0 ആണെങ്കിൽ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. കൈനറ്റിക് എനർജി നമുക്ക് എന്ത് കിട്ടണം? mgh കിട്ടണം. പക്ഷെ എങ്ങനെ കിട്ടും നോക്കിക്കോ. നമ്മൾ നേരത്തെ സെയിം സ്റ്റെപ്പ്. v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2g ഡിസ്പ്ലേസ്മെന്റ് 2as ആണ്. ഞാനിപ്പോ ഡയറക്റ്റ് g വെച്ച് എഴുതുക. 2g ഡിസ്പ്ലേസ്മെന്റ് a നിന്ന് c യിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? h 2gh. അപ്പൊ v സ്ക്വയർ ഈസ് ഈക്വൽ ടു u 0 ആണല്ലോ. a യിൽ എത്തുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ 0. ഓക്കെ, അപ്പൊ 2gh ഡയറക്റ്റ് കിട്ടും. അപ്പൊ കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. v സ്ക്വയർ എന്താ? 2gh. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം 2gh. 2 ക്യാൻസൽ mgh. ഓക്കെ, ഇത് നമുക്ക് എന്ത് മനസ്സിലായി? ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ എയിലായും ബിയിലായും സിയിലായും സെയിം മെക്കാനിക്കൽ എനർജി സെയിം ആണ്. അതായത് ടോട്ടൽ എനർജി സെയിം ആണ്. എന്താണ്? mgh. അപ്പൊ ഇതാണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ബോൾ ഞാൻ h ആയിട്ട് ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ബോൾ 3/5 h കവർ ചെയ്തു. ആ സമയത്തുള്ള അതിന്റെ കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ എനർജി ഈ റേഷ്യോ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തായി നിങ്ങൾ നോക്കുക. ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഏകദേശം ബോൾ ഇവിടെ എത്തി വിചാരിച്ചു. നമ്മള് നേരത്തെ സോൾവ് ചെയ്താണല്ലോ. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇതിവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചു ഞാൻ എന്ത് ചെയ്യും? mg ഇൻറ്റു ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. പക്ഷെ കൈനറ്റിക് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സോൾവ് ചെയ്തു. കൈനറ്റിക് എനർജി ഇക്വേഷൻ തന്നത് mg ഇൻറ്റു ബോൾ നേരത്തെ എവിടെയായിരുന്നു ഇപ്പൊ എവിടെ വരെ എത്തി, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത്, mg ഇൻറ്റു ആ ഡിസ്റ്റൻസ്. ഇപ്പൊ ബോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എന്താ? mg ഇൻറ്റു ഇവിടെ നിന്നുള്ള ഹൈറ്റ്. അപ്പൊ ക്വസ്റ്റിൽ പറഞ്ഞ 3/5 h കവർ ചെയ്ത്. അപ്പൊ ബാക്കി എത്ര? h മൈനസ് 3/5 h. അതായത് എത്രയാ? 2/5 h ആണ് റിമൈനിങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരെയുള്ള ഹൈറ്റ് കിട്ടി. എന്ത്? 2/5 h. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ mg ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഇനി കൈനറ്റിക് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ mg ഇൻറ്റു ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചു കഴിഞ്ഞാൽ mg ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. അപ്പൊ കൈനറ്റിക് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ mg ഇൻറ്റു ഇവിടുന്ന് ഇവിടം വരെ ബോൾ എത്ര സഞ്ചരിച്ചോ mg ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അല്ല, നമുക്ക് ആദ്യം കൈനറ്റിക് എനർജി കണ്ടേ. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം കൈനറ്റിക് എനർജി ചെയ്യാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mg ഇൻറ്റു ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് എത്രയാ? 3/5 h. 3/5 h. പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് എത്രയാ? 2/5 h. 2/5 h. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പോകും. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? mg ക്യാൻസൽ, h ക്യാൻസൽ, 5 ക്യാൻസൽ. ആൻസർ എന്ത് കിട്ടും? ആ റേഷ്യോ 3/2 എന്ന് കിട്ടും. അപ്പോൾ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ
പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 3/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് എർത്ത്. ഇപ്പോൾ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം അറ്റ് സെന്റർ ഓഫ് എർത്ത്. ഈ സെന്റർ ഓഫ് എർത്തിന്റെ പ്രത്യേകത എന്താ? ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായി പഠിക്കുന്ന കാര്യമാണ് സെന്റർ ഓഫ് എർത്തിന്റെ പ്രത്യേകത. ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ സർഫസിൽ മാത്രമാണ്. ഇനി ഭൂമിയുടെ സർഫസിൽ തന്നെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് പോളിലാണ്. ഓക്കെ, അപ്പൊ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പോകും തോറും ജിയുടെ വാല്യൂ കുറയും. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ജി ഡാഷ് ഇസ് ഇക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h/r കാണാതെ പഠിക്കണം. ഓക്കെ, അതേപോലെ തന്നെ സർഫസിൽ നിന്നും നമ്മൾ താഴോട്ട് പോകും, അതായത് ഭൂമിക്ക് അടിയിലേക്ക് പോകും തോറും ജിയുടെ വാല്യൂ കുറയും ചെയ്യും. അപ്പോൾ ഇക്വേഷൻ ജി ഡാഷ് ഇസ് ഈക്വൽ ടു, അതായത് ജിയുടെ വാല്യൂ കുറയും, ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് d/r. ഡി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡെപ്ത്, അതാണ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഭൂമിയുടെ സെൻട്രൽ എന്തായിരിക്കും ടൈം സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ്. ഇപ്പൊ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/g. ഓക്കെ, 2π കോൺസ്റ്റന്റ് സിമ്പിൾ പെൻഡുലർ ലെങ്ത്, ആ ലെങ്ത് ഒരു കോൺസ്റ്റന്റ്. പിന്നെ എന്താ അവിടെ വാല്യൂ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞ കേസിൽ ജി. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തായാലും ജിയുടെ വാല്യൂ താഴേക്ക് പോകുമ്പോൾ കുറവാണല്ലോ. ഇനി സെന്ററിന്റെ പ്രത്യേകത എന്താ? സെന്ററിൽ എത്തുമ്പോൾ എന്തായിരിക്കും ജിയുടെ വാല്യൂ? അതിനനുസരിച്ചിരിക്കും ഈ ടൈം പീരീഡിന്റെ വാല്യൂ. സെന്റർ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ മനസ്സിലാവും. സെന്ററിലേക്ക് പോകുമ്പോൾ ഡെപ്ത് എത്രയാ പോവുക? ഭൂമിയുടെ സെന്ററിലേക്ക് പോകുമ്പോൾ ഡെപ്ത് എത്രയായിരിക്കും? ഇതാണ് ഭൂമിയുടെ സെന്റർ. ഇയാൾ എത്രയും ഡിസ്റ്റൻസ് സഞ്ചരിച്ച്, അപ്പൊ ഡെപ്ത് എത്രയാണ്? റേഡിയസ് ആർ. അപ്പൊ ഈ ഡിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? റേഡിയസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ r/r എന്താ? 1. അപ്പൊ 1 മൈനസ് 1 0, അതായത് ജി ഡാഷ് ഈക്വൽ ടു 0. അതിനർത്ഥം ഭൂമിയുടെ സെന്ററിൽ ജിയുടെ വാല്യൂ 0 ആണ്. ജിയുടെ വാല്യൂ 0 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/g. അത് L/0. 1/0 എന്താ? ഇൻഫിനിറ്റി. ഇപ്പൊ റൂട്ട് 1/0 അതെന്താ? ഇൻഫിനിറ്റി. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ടൈം പീരീഡ് ഇൻഫിനിറ്റി എന്നാൽ ഇൻഫിനിറ്റി നമ്മൾ ആഡ് എന്നാണ് അർത്ഥം അല്ല. ടൈം പീരീഡ് ഇൻഫിനിറ്റി എന്നാൽ അതൊരു അതിന്റെ ഓസിലേഷൻ കംപ്ലീറ്റ് എടുക്കാനുള്ള ടൈം ഇൻഫിനിറ്റ് ടൈം. അതിന്റെ അർത്ഥം എന്താ? അത് ആടൂല, അത് ആടാണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ടൈം പീരീഡ് ഇൻഫിനിറ്റി ആണ്, അതായത് ഇത് ഓസിലേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് അർത്ഥം. ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, അറ്റ് വാട്ട് ഹൈറ്റ് എബവ് ദ എർത്ത് സർഫേസ് ദ വാല്യൂ ഓഫ് ജി ഈസ് സെയിം ആസ് ഇൻ എ മൈൻ 100 കിലോമീറ്റർ ഡീപ്പ്. അതായത് ഭൂമിയിൽ നിന്നും 100 കിലോമീറ്റർ നമ്മൾ താഴേക്ക് ഡീപ്പായി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ജിയുടെ വാല്യൂ, ആ സെയിം വാല്യൂ കിട്ടണമെങ്കിൽ എർത്തിന്റെ സർഫസിൽ നിന്നും എത്ര ഹൈറ്റ് മുകളിലേക്ക് പോകേണ്ടി വരും? നിങ്ങൾക്ക് അറിയാലോ, രണ്ട് സ്ഥലത്തേക്കും ഡിഗ്രി സൈലാണല്ലോ ജിയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാം. ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h/r, ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് d/r, 1 മൈനസ് d/r. ഓക്കെ, നമ്മൾ കണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും 1 ഇവിടെ 1, ജി ഉണ്ട്, r ഉണ്ട്. പിന്നെ എന്താ ഇക്വേറ്റ് ആകുമ്പോൾ ഇക്വേഷൻ ആവേണ്ടത്? ഒരു ഈക്വൽ ആവേണ്ടത് എന്താ? 2h ഉം d ഉം. ഇത് രണ്ടും ഈക്വൽ ആയ പോലെ, അതായത് d ഈക്വൽ ടു 2h, അതായത് h is equal to d/2. അതായത് d/2 ഇപ്പൊ നമുക്ക് 100 കിലോമീറ്റർ ഡെപ്ത് തന്നു, അപ്പൊ അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ആ ഹൈറ്റ് പോകുമ്പോഴും 50 കിലോമീറ്റർ ഡെപ്തിലുള്ള സമയത്തുള്ള ജിയുടെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ h is equal to നമുക്ക് d തന്നിട്ടുണ്ട്, എത്രയാണ്? 100 കിലോമീറ്റർ, അതായത് 100 ഡിവൈഡ് ബൈ 2, അതായത് 50 കിലോമീറ്റർ. അതായത് ഭൂമിയുടെ സർഫസിൽ നിന്നും 50 കിലോമീറ്റർ ഹൈറ്റിൽ മുകളിലേക്ക് പോവുക. അപ്പോൾ ജിയുടെ വാല്യൂ തന്നെയായിരിക്കും എപ്പോൾ? 100 കിലോമീറ്റർ ഡെപ്തിലുള്ള ജിയുടെ വാല്യൂ. അടുത്തൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ഫ്രിക്ഷണൽ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു മാസ് m വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയാണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ തീറ്റ ഇൻക്രീസ് ചെയ്ത് തീറ്റയിൽ നിന്നും ആൽഫ എത്തിയപ്പോൾ ആ ആൽഫ എത്തിയ മൊമെന്റിൽ ഇത് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതിന്റെ ഫോഴ്സസ്, അതായത് ഫ്രീ ബോഡി ഡയഗ്രാം നമുക്കൊന്ന് വരയ്ക്കാം. നമുക്ക് മാസ് m. അപ്പൊ ഞാൻ അതിന്റെ എന്ത് വരച്ചു? mg കറക്റ്റ് ഡൗൺവേർഡ് താഴത്തേക്ക്, അതായത് 90 ഡിഗ്രി, ഈ ബേസിന് 90 ഡിഗ്രി ആയിട്ട് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം. പിന്നെ നോർമൽ റിയാക്ഷൻ, ഈ ബോഡിയുടെ നോർമലി, അതായത് ഇവിടെ 90 ഡിഗ്രി ആയിട്ട് നോർമൽ റിയാക്ഷൻ വരച്ചു. ഇനി ഇത് ഫ്രിക്ഷണൽ ഹൊറിസോണ്ടൽ ഫ്രിക്ഷണൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണല്ലോ, അപ്പൊ നിർബന്ധമായിട്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അത് എങ്ങോട്ട് സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിർബന്ധമായിട്ടും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ആക്ഷൻ കണ്ടായിരിക്കും നേരെ അങ്ങോട്ട്, അതായത് മോഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക.
ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് തീറ്റ ആണ്, ഇത് തീറ്റ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് തീറ്റ, ഇത് 90, ഇത് 90 മൈനസ് തീറ്റ. പിന്നെ ഇതെന്താ, ഇത് ടോട്ടൽ 90 അല്ലേ, അപ്പൊ 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും, ആഡ് ചെയ്ത 90 കിട്ടണ്ടേ, അപ്പൊ 90 മൈനസ് തീറ്റ, അപ്പൊ അങ്ങനെ പ്ലസ് തീറ്റ. അങ്ങനെയാണ് ഇത് തീറ്റ വരും. ഇത് mg, ഇത് ഈ mg നമ്മൾ റിസോൾവ് ചെയ്തിട്ട് രണ്ട് കോമ്പണന്റ് ആക്കാൻ പോവാണ്. ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. ഓക്കെ, അതായത് ഇതിപ്പോ XY ആക്സിസ് പോലെ ഇത് തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റ അളവപ്പെടുത്തിയ ഈ ഭാഗം mg കോസ് തീറ്റയും ഈ ഭാഗം എന്തായിരിക്കും mg സൈൻ തീറ്റയും. ഓക്കെ, ഇപ്പോ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്തായാലും പ്ലെയിൻ സർഫസ്, അതായത് ഫ്രിക്ഷൻ ഇല്ലാത്ത പ്ലെയിൻ ഇൻക്ലൈൻഡ് സർഫസ് ആണ്. അപ്പൊ നിർബന്ധമായിട്ട് സ്ലൈഡ് ചെയ്ത് വരും. അങ്ങനെ സ്ലൈഡ് ചെയ്ത് വരികയാണെങ്കിൽ അതിന്റെ ഫോഴ്സ് mg സൈൻ തീറ്റ ആണ്. പക്ഷെ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്, ഇപ്പൊ mg സൈൻ തീറ്റ ഇങ്ങോട്ടും ഉണ്ട്, ഫ്രിക്ഷൻ ഫോഴ്സ് അങ്ങോട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൂവ് ചെയ്യുന്നില്ല ഇല്ലാന്ന് വിചാരിക്കുക. അതിനർത്ഥം എന്താ, ഇത് രണ്ട് ഈക്വലന്റ്, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയി നിൽക്കുകയാണ്, അതുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല. ഇനി നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇതിന്റെ ഫോഴ്സസ് mg, mg സൈൻ തീറ്റ, mg കോസ് തീറ്റ, നോർമൽ റിയാക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി ബി ക്വസ്റ്റ്യനിൽ നമ്മൾ തീറ്റ ആംഗിൾ ആദ്യം തീറ്റയിൽ വെച്ചപ്പോൾ അതിന് മൂവ്മെന്റ് ഉണ്ടായില്ല. അതിന്റെ അർത്ഥം എന്താ, ഫ്രിക്ഷണൽ ഫോഴ്സ് mg സൈൻ തീറ്റ ഈക്വലന്റ് ഓപ്പോസിറ്റ്, അതുകൊണ്ട് മൂവ്മെന്റ് ഉണ്ടായില്ല. നമ്മൾ തീറ്റ വല്ല ഇൻക്രീസ് ചെയ്ത് ആൽഫ എത്തി. ഇപ്പൊ ഞാൻ തീറ്റ ഇൻക്രീസ് ചെയ്ത് ഇപ്പൊ ആൽഫ എന്ന് വിചാരിച്ചു. ആൽഫ എത്തിയപ്പോ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇത് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി, അപ്പൊ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവുമല്ലോ. സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നെറ്റ് ഫോഴ്സ് എന്താണ്, നെറ്റ് ഫോഴ്സ്. ക്വസ്റ്റ്യൻ പറഞ്ഞു ആൽഫ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി, അപ്പൊ നെറ്റ് ഫോഴ്സ് mg സൈൻ തീറ്റ ഇങ്ങോട്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങോട്ട്. അപ്പൊ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് തുടങ്ങിയതിന്റെ അർത്ഥം എന്താ, ഏത് ഫോഴ്സാ വരുന്നത്, mg സൈൻ തീറ്റ. പിന്നെ അങ്ങോട്ട് എപ്പോഴും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ നെറ്റ് ഫോഴ്സ് mg സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ്, mg സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, ഫ്രിക്ഷണൽ ഫോഴ്സ് F is equal to mu into normal reaction. ഫ്രിക്ഷണൽ ഫോഴ്സ് F is equal to mu into normal reaction. ഇവിടെ നോർമൽ റിയാക്ഷൻ എന്താ, n is equal to mg cos theta. So frictional force is equal to mu mg cos theta. Okay, അപ്പോൾ നെറ്റ് ഫോഴ്സ് എവിടെ നെറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു mg sin theta minus f. F is the frictional force, which is equal to mu mg cos theta. Okay, മാസ് പോയി. അപ്പോൾ ആക്സിലറേഷൻ a is equal to g sin theta minus mu g cos theta. ഇതാണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ. ഇനി നിങ്ങൾ വിചാരിക്കുക ഫ്രിക്ഷൻ ഇല്ലാത്തൊരു ഇൻക്ലൈൻഡ് സർഫസ്, അതിനകത്ത് mu0, അപ്പോൾ mu0യുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക a equal to g sin theta. ഓക്കെ, ആ കേസിൽ ആക്സിലറേഷൻ equal to g sin theta. ഫ്രിക്ഷൻ ഉള്ള കേസിലാണെങ്കിൽ ആക്സിലറേഷൻ a is equal to g sin theta minus mu g cos theta. ഡിസ്പ്ലേസ്മെന്റ് മീൻ പൊസിഷനിൽ നിന്നും എത്ര അകലെയാണ്, അതാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നോക്കുക, ബിയിലാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ, ആംപ്ലിറ്റ്യൂഡ്. എയിലാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ, ആംപ്ലിറ്റ്യൂഡ്. എപ്പോഴും മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് അളക്കുക ചെയ്യുക. മീൻ പൊസിഷൻ നോക്കി ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ, രണ്ട് കേസായാലും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് എ ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എയിൽ നിന്നാണ് ആ ബോഡി SHM എക്സിക്യൂട്ട് ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, അപ്പോ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് എന്തുണ്ട്, ഓൾറെഡി ഒരു ഡിസ്പ്ലേസ്മെന്റ് എ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മള് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ സൈൻ ഫംഗ്ഷൻ ആണോ കോസ് ഫംഗ്ഷൻ ആണോ ഉപയോഗിക്കുന്നത് ഡൗട്ട് ഉണ്ടോ. അപ്പൊ നമുക്ക് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം t=0 ഇതിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആ സമയത്ത് എന്തുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ നല്ലത്, കോസ്. കാരണം കോസിൽ t=0 തന്നെ കോസിന് എന്തുണ്ട്, ഒരു മാക്സിമം വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ ഇതിന് എങ്ങനെ എഴുതാൻ പറ്റും, a cos omega t പ്ലസ് 5. ഞാൻ ഒരു 5 കൂടി ചേർക്കുന്നുണ്ട്. എന്താണ് 5? അത് ഇനീഷ്യൽ ഫേസ് ആണ്. അതിന്റെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യനിൽ പറയുന്നതായിരിക്കും. അപ്പോൾ a cos omega t പ്ലസ് 5 നോക്കുക. ഇപ്പൊ 5 ഇല്ലാന്ന് വിചാരിച്ചു, t0 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, y equal to a എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ, cos 0 1 ആണ്. ഇപ്പൊ y equal to a എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അതായത് എന്താ, ഇത് എക്സ്ട്രീം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാ വെലോസിറ്റി കണ്ടുപിടിക്കുക, ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി. അപ്പൊ നോക്കുക dy/dt. ഞാൻ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു t ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. അപ്പൊ ഇതിൽ കോൺസ്റ്റന്റ് a കോൺസ്റ്റന്റ് ആണ്, a ഇൻറ്റു കോസ് ഒമേഗ t പ്ലസ് 5. അതിന്റെ ഡെറിവേറ്റീവ് എന്താ,
മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, തീർന്നിട്ടില്ല. ഇൻറ്റു, കാരണം ഒമേഗ ടി ഉള്ളിൽ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അതിനും കൂടി എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് എടുക്കണം. അതായത് ഇൻറ്റു ഒമേഗ ടീനെ ഡെറിവേറ്റീവ് എടുത്താൽ ഇൻറ്റു ഒമേഗ. 5ന്റെ പിന്നെ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ 0 ആയിരിക്കും, അപ്പൊ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിൽ എന്ത് കിട്ടും, മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. dy by dt എന്താണ്, വെലോസിറ്റി ആണ്. മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. അപ്പൊ നോക്കുക, ഇത് എന്ത് ഫംഗ്ഷൻ ആണ്, സൈൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയിരിക്കും, ഇതിന്റെ ഗ്രാഫ്, സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാം. ഗ്രാഫ് എന്താണ്, സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇത് മൈനസ് സൈൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് മൈനസ് സൈൻ. ഇനി ഈ ഏതൊരു സൈൻ ആയാലും കോസ് ആയാലും അതിന്റെ ഇപ്പുറമുള്ള ഈ വാല്യൂ, ഈ കോൺസ്റ്റന്റ് ആയിരിക്കും അതിന്റെ മാക്സിമം വാല്യൂ. അപ്പം വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എന്താ, മൈനസ് എ ഒമേഗ. അപ്പൊ ഇത് മൈനസ് എ ഒമേഗയും, അപ്പൊ ഇത് എന്തായിരിക്കും, പ്ലസ് എ ഒമേഗയും ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, വെലോസിറ്റി മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇനി എക്സ്ട്രീം പൊസിഷനിൽ ടൈം ടി = 0 എന്ത് സംഭവിക്കും, 5 ഇല്ലാന്ന് വിചാരിച്ചോ, സൈൻ 0 0, ഇപ്പൊ എന്ത് കിട്ടും, വെലോസിറ്റി = 0 എന്ന് കിട്ടും. അതായത് എക്സ്ട്രീം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ ഏത് എക്സ്ട്രീം പൊസിഷനായാലും എക്സ്ട്രീം പൊസിഷനിൽ എന്തുണ്ടാവില്ല, വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ വെലോസിറ്റി 0 ആയിരിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സൈൻ ഒമേഗ ടീനെ നമുക്ക് കോസിന്റെ ടൈമിലേക്ക് ആക്കി മാറ്റാം. എങ്ങനെ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ കോസ് തീറ്റ എന്തായിരിക്കും, √1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ സൈൻ എന്തായിരിക്കും ഇവിടെ, √1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. നമ്മൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെയുള്ള സൈൻ ഒമേഗ ടി പ്ലസ് 5നെ √1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എഴുതാൻ പോകും. ഈ സൈൻ ഒമേഗ ടി നമ്മൾ ട്രിഗണോമെട്രി ഇക്വേഷൻ റൂൾ പ്രകാരം കോസിലേക്ക് ആക്കി മാറ്റാണ്. അതായത് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്താണ്, √1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5, √1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. തീറ്റയാണ്, തീറ്റയ്ക്ക് വേറെ ഒമേഗ ടി പ്ലസ് 5. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ എ ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ എ റൂട്ടിന്റെ പുറത്താണ്, ഇപ്പൊ റൂട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ സ്ക്വയർ ആയിട്ടായിരിക്കും പോകുക. അപ്പൊ മൈനസ് ഒമേഗ √a സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇനി എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്താ, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് y ആണ്, നമ്മൾ ആദ്യം എഴുതിയതാണ്, എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, അപ്പൊ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്തായിരിക്കും, y സ്ക്വയർ ആയിരിക്കും. അതായത് മൈനസ് ഒമേഗ ഇൻറ്റു √a സ്ക്വയർ മൈനസ് y സ്ക്വയർ. ഇത് വെലോസിറ്റിയുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ് വേരിയബിൾ ആയി പോകുന്നത്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്തായാലും നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നോക്കുക, എക്സ്ട്രീം പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, എ അല്ലേ, അപ്പം എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അതായത് വെലോസിറ്റി 0. നമുക്ക് ടൈം വെച്ചും പറയാം, ഡിസ്പ്ലേസ്മെന്റ് വെച്ചും പറയാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ടൈം വെച്ചും ടൈം ടി = 0 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് വെലോസിറ്റി ഇല്ല. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് വെച്ചും പറയാം, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എ ആണ്, എയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അപ്പോൾ വെലോസിറ്റി = 0 എന്ന് കിട്ടും. അപ്പൊ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടിയിട്ട് അതിനെ ഡെറിവേറ്റീവ് എടുത്താൽ ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിച്ച് ഡിസ്പ്ലേസ്മെന്റ് എടുത്തിട്ട് അതിനെ ഡെറിവേറ്റീവ് ചെയ്തു. അതേപോലെ തന്നെ ആക്സിലറേഷന് വെലോസിറ്റി ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. ഇപ്പോൾ വെലോസിറ്റിയുടെ ഡെറിവേഷൻ dv/dt എന്താണ്, ആക്സിലറേഷൻ ആണ്. ചെയ്യുമ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് ആയ ഭാഗം ഏതാ, മൈനസ് എ ഒമേഗ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ മൈനസ് എ ഒമേഗ അതേപോലെ തന്നെ എഴുതാം, ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഡെറിവേറ്റീവ്. സൈൻ ഡെറിവേറ്റീവ് എന്താ, കോസ്. അപ്പോൾ കോസ് ഒമേഗ ടി പ്ലസ് 5 തന്നെ കിട്ടും, ഇൻറ്റു ഒമേഗ ടിയുടെ ഡെറിവേഷൻ എന്താ, ഒമേഗ ടി തന്നെ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒമേഗ തന്നെ കിട്ടും. ഇനി നോക്കുക, ഇവിടെ ഒമേഗ ഉണ്ട്, ഇവിടെ ഒമേഗ ഉണ്ട്. അപ്പോൾ മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇനി നോക്കുക, എ കോസ് ഒമേഗ ടി പ്ലസ് 5 അതെന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിനാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ആക്സിലറേഷൻ A = മൈനസ് ഒമേഗ സ്ക്വയർ y. അപ്പോൾ ആക്സിലറേഷൻ രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് ഏതാ, മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് 5. രണ്ടാമത്തത് ആക്സിലറേഷൻ A = മൈനസ് ഒമേഗ സ്ക്വയർ y. ഇത് രണ്ടും ഇത് ടൈം വെച്ച് പറയാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റ് വെച്ച് പറയാൻ പറ്റും. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
ടൈം ടി ഈക്വൽ 0. അപ്പോൾ ഇനീഷ്യൽ ഫേസ് ഇല്ല, അപ്പോൾ ഫൈ 0 എന്ന് വിചാരിച്ചു. അപ്പോൾ ടൈം ടി ഈക്വൽ 0 ആകുമ്പോൾ കോസ് 0 1 ആവും. അപ്പോൾ എന്താ ആക്സിലറേഷൻ മൈനസ് എ ഒമേഗ സ്ക്വയർ. അപ്പോൾ എക്സ്ട്രീം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ട്, ഓൾറെഡി ആക്സിലറേഷൻ ഉണ്ട്. അപ്പം എക്സ്ട്രീം പൊസിഷനിൽ അതിന്റെ ആക്സിലറേഷൻ മാക്സിമം ആയിരിക്കും, വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് വെച്ച് പറയാം എങ്ങനെയാണ്, y എക്സ്ട്രീം പൊസിഷനിൽ y എത്രയാണ്, a. അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ a. വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നോക്കുക, കോസിന്റെ ഗ്രാഫാണ്, പക്ഷെ മൈനസ് കോസ് ആണ്. അപ്പൊ എങ്ങനെ വരയ്ക്കും, കോസിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാ പോകും. അപ്പൊ മൈനസ് കോസ് ആകുമ്പോൾ ഇങ്ങനെ പോകും. പിന്നെ ഈ വാല്യൂ എത്രയായിരിക്കും, ഈ വാല്യൂ മൈനസ് എ ഒമേഗ സ്ക്വയർ ആയിരിക്കും, മൈനസ് എ ഒമേഗ സ്ക്വയർ. അപ്പൊ ഇതെന്തായിരിക്കും, പ്ലസ് എ ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഓക്കെ. അപ്പൊ മീൻ പൊസിഷന്റെ പ്രത്യേകത, മീൻ പൊസിഷന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആകുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ 0. അപ്പൊ ആക്സിലറേഷൻ 0. അപ്പം മീൻ പൊസിഷനിൽ ആക്സിലറേഷൻ ഇല്ല, അപ്പൊ എന്തായിരിക്കും, വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, വെലോസിറ്റി കൂടുതലല്ല, മാക്സിമം ആയിരിക്കും വെലോസിറ്റി. അടുത്ത ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് y = 5 cos omega t plus 13 pi by 3. അങ്ങനെയെങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് t/3, പൊട്ടൻഷ്യൽ എനർജി അറ്റ് ടൈം t is equal to t/3, ടൈം പീരീഡിന്റെ 3 ഇരട്ടി. ഓക്കെ. അപ്പൊ ഇത് നോക്കുക, 5 cos omega t plus 5യുടെ സ്ഥാനത്ത് ഇവിടെ 13 pi by 3 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇനീഷ്യൽ ഫേസ്, ഇതാണ് ഇനീഷ്യൽ ഫേസ്. എന്താണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പേ, ഇപ്പൊ നമ്മൾ ആ ബോഡിയെ പറ്റി സ്റ്റഡി ചെയ്യാൻ പോകും, അതിന്റെ ഓസിലേഷനെ പറ്റി സ്റ്റഡി ചെയ്യാൻ പോകും. അപ്പൊ അതിന് മുമ്പേ അത് എത്ര ആംഗിൾ കവർ ചെയ്തു, അതിന് മുമ്പ് അതിന് എത്ര ഓസിലേഷൻ ഉണ്ടായി, അതിന് മുമ്പ് അത് എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കാനാണ് എന്ത്, ഇനീഷ്യൽ ഫേസ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു a cos omega t plus 2 pi എന്ന് ഞാൻ എടുത്തു. അപ്പൊ ഞാൻ ഇതിനെ പറ്റി സ്റ്റഡി നടത്താൻ പോകുമ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഇനീഷ്യൽ ഫേസ് 2π ആണ്. അപ്പൊ ഞാൻ ആ ബോഡി അതിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അത് 2π ആംഗിൾ ഓൾറെഡി കവർ ചെയ്തു. 2π എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. അതായത് ഇപ്പൊ ഈ എക്സ്ട്രീം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത എക്സ്ട്രീം എത്തി തിരിച്ച് ഇവിടെ തന്നെ വന്നു. അപ്പൊ എത്ര ആംഗിൾ കവർ ചെയ്ത്, 2π. അപ്പൊ ഓൾറെഡി അതൊരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനീഷ്യൽ ഫേസ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിന് മുമ്പേ അതിന്റെ മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനീഷ്യൽ ഫേസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, 13 pi by 3 എന്ന് പറഞ്ഞാൽ അത് എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഇപ്പൊ അത് എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഇനീഷ്യൽ ഫേസ്. അപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം, 2πയുടെ ടൈമിൽ അല്ലെങ്കിൽ ഈ ആംഗിളിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോകുന്നു. ഇപ്പൊ 13 pi by 3നെ എനിക്ക് 4π plus pi by 3 എന്ന് എഴുതാൻ പറ്റും. 4 3 12 13 by 3. ഓക്കെ. ഇപ്പൊ 13 pi by 3നെ 4π plus pi by 3 എഴുതാൻ പറ്റും. അപ്പൊ നോക്കുക, 4π എന്ന് പറഞ്ഞാൽ എത്രയാ, 720 ആംഗിൾ അല്ലേ. അതായത് ഒരു 360 കഴിഞ്ഞു, നെക്സ്റ്റ് 360 കൂടി കഴിഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഓൾറെഡി 2 ഓസിലേഷൻ കംപ്ലീറ്റ്. അപ്പൊ നമ്മൾ അത് വിട്ടേക്കുക. 2π ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം, കാരണം ഓരോ ഓസിലേഷൻ കഴിഞ്ഞു, വീണ്ടും അത് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ 2 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് 4π ഒഴിവാക്കാം, pi by 3 മാത്രം എടുക്കാം. അപ്പം y = 5 cos omega t plus pi by 3. ഈ ആംഗിൾ ഇത്രയായി ചുരുങ്ങി. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2π/t ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2π/T കേട്ടോ. ടി എന്നാൽ ടൈം പീരീഡ്. അപ്പം ഇതിനെ മാറ്റി ചെയ്താ 5 cos 2π/t ഇൻറ്റു ഈ ടി, ആ ടി എത്രയാ, t/3 plus pi/3 എന്നായി മാറും. അപ്പൊ നോക്കുക, 5 cos ഈ ടിയും ക്യാൻസൽ ആയി, 2π/3 plus pi/3 എത്രയാ, 4π/3. അപ്പോ എന്തായി, ഇത് 5 cos 4π/3. ഇത് നോക്കുക, നമുക്ക് ഈ cos 4π/3ന്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയ പൊട്ടൻഷ്യൽ എനർജിയിൽ അതിന് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ കൊടുക്കുക, അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പൊ നോക്കുക, 5 cos 4π/3. ഈ cos 4π/3 നമുക്ക് ട്രിഗണോമെട്രി റൂൾ പ്രകാരം നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ, ഇതിനെ cos π plus pi/3 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ASTC റൂളില്ലേ, ട്രിഗണോമെട്രിയിൽ പറയുന്ന ASTC റൂൾ പ്രകാരം π plus pi/3 ഏതാ ക്വാഡ്രന്റ്, ഇതാണ് ആംഗിൾ പൈ. അപ്പൊ π plus pi/3 എന്ന് പറഞ്ഞാൽ
തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആണ് പോസിറ്റീവ്, ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും നെഗറ്റീവ് ആണ്. അപ്പോൾ കോസ് പൈ പ്ലസ് പൈ ബൈ 3 എന്താവും? കോസ് പൈ ബൈ 3 തന്നെയാവും. ഇനി പൈ പ്ലസ് ആയതുകൊണ്ട് തന്നെ അത് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആണ്. അപ്പോൾ കോസ് ഫംഗ്ഷൻ കോസ് ആയിട്ടും സൈൻ ഫംഗ്ഷൻ സൈൻ ആയിട്ടും എനിക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? കോസ് പൈ ബൈ 3 എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ഇത് നെഗറ്റീവ് ആണ്, ടാൻ ആണ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് എടുക്കുക? ഒരു മൈനസ് കൊടുക്കുക. അപ്പൊ എന്തിട്ട് ആൻസർ? -5. പൈ ബൈ 3 എന്ന് പറഞ്ഞ ആംഗിൾ 60 ആണ്. അപ്പൊ കോസ് 60 1/2. അപ്പൊ എന്തിന്റെ ആൻസർ എന്ത് കിട്ടും? -5/2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് y ഈക്വൽ ടു -5/2 എന്ന് കിട്ടി. ഇനി പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ? ഹാഫ് m omega square y square ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ ഹാഫ് m omega square y square ആണ്. y എന്ന ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, നിങ്ങൾ ഹാഫ് kx square കിട്ടില്ലേ? k യുടെ വാല്യൂ m omega square ആണ്. അപ്പൊ ഈ y യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഹാഫ് ഇൻറ്റു m omega square ഇൻറ്റു y എന്താണ്? -5/2. അപ്പൊ y സ്ക്വയർ 25/4. അപ്പൊ 4 ഇൻറ്റു 2 25/8 വരും. അപ്പൊ 25/8 m omega square. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സോൾഡ് സിലിണ്ടർ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട് m² 2. ഓക്കെ, എന്നിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനുള്ള ഇക്വേഷൻ, റേഡിയസ് ഓഫ് ഗൈറേഷൻ സൂചിപ്പിക്കുന്ന സിമ്പിൾ k ആണ്. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷനും മൊമെന്റ് ഓഫ് ഇനേർഷ്യ തമ്മിലുള്ള റിലേഷൻ I = mk². ഇപ്പൊ ഈ ക്വസ്റ്റ്യന്റെ കേസിൽ നമുക്ക് I തന്നിട്ടുണ്ട്, സോൾഡ് സിലിണ്ടർ ആണ്. അപ്പോൾ I എന്താണ്? I mr²/2. ഓക്കെ, അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mr²/2 ഈക്വൽ ടു mk². അപ്പൊ k² ഉണ്ട്, അപ്പൊ k ആണ് കാണേണ്ടത്. അപ്പൊ എന്ത് കിട്ടും? k² ഈസ് ഈക്വൽ ടു മാസ് ക്യാൻസൽ ആയി r²/2 എന്ന് കിട്ടും. അപ്പൊ k എന്ത് കിട്ടും? r/√2. അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ k ഈസ് ഈക്വൽ ടു r/√2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? സോൾഡ് സിലിണ്ടർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ മിനിമം ഫ്രിക്ഷണൽ ഫോഴ്സ് റിക്വയർഡ് ഫോർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്? അപ്പൊ നോക്ക്, ഇത് ഫ്രിക്ഷൻ ഇവിടെ തീരെ ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് സ്ലിപ്പ് ചെയ്ത് വരില്ലേ ചെയ്യുക? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് അത് റോൾ ചെയ്ത് പോകുന്നത്. അപ്പൊ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്ലിപ്പ് ചെയ്ത് പോകും. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ മഴക്കാലത്ത് റോഡ് ആക്സിഡന്റ് കൂടാൻ കാരണം എന്താ? അതിന്റെ ഫ്രിക്ഷൻ നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ നോക്കുക, ഇത് റോൾ ചെയ്ത് വരണമെങ്കിൽ ഇതിന് മിനിമം ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം. അപ്പൊ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ് എന്ന് വരച്ചിട്ട് ഇതിന് ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. അപ്പൊ നോക്കുക, ഇതിന്റെ mg താഴേക്കുണ്ടോ? ഓക്കെ, ഇനി എന്താ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ മാസിനെ നമ്മൾ റിസോൾവ് ചെയ്യുക. ഇതെന്തായിരിക്കും അപ്പൊ കിട്ടുക? ഇത് തീറ്റ ആയിരിക്കും, അങ്ങനെ ഇത് തീറ്റ ആയിരിക്കും. അപ്പൊ ഇത് mg cos തീറ്റ. ഇനി ഇത് mg sin തീറ്റ. ഇനി മറ്റൊരു ഫോഴ്സും കൂടി ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത് താഴത്തേക്ക് റോൾ ചെയ്ത് വരികയാണല്ലോ ചെയ്യുക. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്ക് ഉണ്ടാവുക? ഇതിന്റെ ടാൻജന്റ് ആയിട്ട് മേലേക്ക് ഉണ്ടാവും. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്ത് വരുന്നത്, റോൾ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ആദ്യം കാണേണ്ടതെന്ന് വെച്ചാൽ നോർമൽ റിയാക്ഷൻ നമുക്ക് ആദ്യം കാണേണ്ടത്. നോർമൽ റിയാക്ഷൻ എന്താണ്? n = mg cos തീറ്റ. ഇനി ശ്രദ്ധിക്കുക, എന്ത് റോൾ ചെയ്ത് വരിക എന്ന് വിചാരിക്കുക. അപ്പൊ മിനിമം ഫ്രിക്ഷണൽ ഫോഴ്സ് F ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇത് റോൾ ചെയ്ത് വരും. അപ്പൊ താഴത്തേക്കാണ് റോൾ ചെയ്ത് വരുന്നത്, അതായത് mg sin തീറ്റ എന്ന ഡയറക്ഷനാണ് ഇത് റോൾ ചെയ്ത് വരുന്നത്. ഏത് ഫോഴ്സ് കാരണം? mg sin തീറ്റ. പക്ഷെ എന്തും കൂടി ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതിനൊരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതാ വലുത്? mg sin തീറ്റ ആണ്. ഇപ്പൊ mg sin തീറ്റ മൈനസ് F, അതാണ് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്. അപ്പൊ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു mg sin തീറ്റ മൈനസ് F. എവിടെ നെറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു mg sin തീറ്റ മൈനസ് F. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റോൾ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ മുകളിൽ എന്താണ്? ടോർക്ക് അനുഭവപ്പെടുന്നു. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ? ഏത് ഫോഴ്സ് ആണോ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്, അത് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നോക്ക്, ഇത് റോൾ ചെയ്ത് വരികയാണല്ലോ. ഇത് റോൾ ചെയ്ത് വരുന്ന ഏത് ഫോഴ്സ് കാരണമാണ്?
ഈ എഫ് എന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ടോർക്ക് അനുഭവപ്പെടുന്നത് ഈ ഫോഴ്സ് കാരാണ്. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ്, അതാണ് റേഡിയസ് ആണ്, ആ ഡിസ്കിന്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇനി ടോർക്കിന്റെ വേറെ ഇക്വേഷൻ ഉണ്ട്. എവിടെ ടോർക്കിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇതിനെ തന്നെ ഐ ഇൻറ്റു ആൽഫ. എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ, എന്താണ് സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ ഇതിൽ നിന്നും എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഐ ആൽഫ ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് നോക്കുക. ഐ നമുക്കറിയാം എം ആർ സ്ക്വയർ ബൈ 2. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ആർ ആൽഫ എന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. എ ഈക്വൽ ടു ആർ ആൽഫ. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ എ ബൈ ആർ. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൽഫക്ക് എ ബൈ ആറും കൊടുക്കുക, ഐ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ ബൈ 2 കൊടുക്കുക. അപ്പൊ എഫ് എന്തായി മാറും? ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു ഐ എന്താണ്? എം ആർ സ്ക്വയർ ബൈ 2. എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആൽഫ എ ബൈ ആർ, എ ബൈ ആർ ഓൾ ഡിവൈഡ് ബൈ ആർ. ഈ ആർ എവിടെ പോകും? ഇവിടെ പോകും. അപ്പം എ ബൈ ആർ സ്ക്വയർ ആവും. അപ്പൊ എഫ് എന്തായി മാറും? എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പൊ എഫ് എന്ത് കിട്ടും? എം എ ബൈ 2 എന്ന് കിട്ടും. നോക്കുക, എഫ് ഇസിക്കൽ എം എ ബൈ 2. അപ്പൊ എം എ എന്ത് കിട്ടും? 2f. ഇവിടെ ഒരു എം എ ഉണ്ടല്ലോ, ഈ എം എക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2f എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വീണ്ടും പറയുന്നു, എഫ് ഇസിക്കൽ എം എ ബൈ 2. അപ്പം എം എ ഇസ് ഈക്വൽ ടു 2f. അപ്പൊ ഇവിടെ 2f കൊടുക്കുക, ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് എഫ്. ഈ മൈനസ് എഫ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് എഫ് ആയി മാറും. അപ്പൊ 3f ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആ മിനിമം ഫ്രിക്ഷണൽ ഫോഴ്സ് 1/3 mg സൈൻ തീറ്റ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ എഫ് ആണ് എന്ത് ഫ്രിക്ഷണൽ ഫോഴ്സ്? ഞാൻ അസ്യൂം ചെയ്തു ഈ എഫ് ആണ് മിനിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പൊ നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചത് എന്തിനാണ്? മിനിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 1/3 mg സൈൻ തീറ്റ ആണ്. ഈ എഫ് തന്നെയാണ് മിനിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ അസ്യൂം ചെയ്തു ഈ എഫ് ആണ് മിനിമം ഫ്രിക്ഷണൽ ഫോഴ്സ്, അതുകൊണ്ടാണ് ഇത് റോൾ ചെയ്ത് വരുന്നത്. ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത് ഫുള്ളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തതും മാത്സ് ആയാലും ഫിസിക്സ് ആയാലും പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.